വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ അവരെ ചെയ്യിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പഴയ ഒരാളുകളാണെങ്കിൽ നമുക്ക് അവരോട് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയൊക്കെ അവർ ചെയ്യും, പരമാവധി ചെയ്യും. പിന്നെ ഡയറക്ടറേതായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. പുതിയ പിള്ളേർ വരുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ്, കുറച്ച് സമയം എടുക്കും, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കാനുള്ള സമയം എടുക്കും. പിന്നെ ഈ പഴയ ആളുകളൊക്കെ പുതുമുഖമായിട്ട് വന്നിട്ടില്ല. ഈ പഴയതായത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ചെയ്യുമ്പോൾ മോഹൻലാൽ പുതുമുഖമായിരുന്നു, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ചെയ്യുമ്പോൾ മമ്മൂട്ടി പുതുമുഖമായിരുന്നു. അപ്പം അന്ന് അവർ പടം ചെയ്തില്ലേ? അപ്പോൾ പടം ചെയ്യുമ്പോൾ കഴിവുള്ളവരാണെങ്കിൽ പതിയെ പതിയെ രക്ഷപ്പെട്ടു പോരും. കഴിവില്ലാത്തവർ ഇനി എത്ര വലിയ പടം കിട്ടിയാലും നായകനായിട്ട് കിട്ടിയാലും 100 കോടി രൂപ മുടക്കി പിടിച്ചാലും രക്ഷയില്ല. കഴിവ് വേണം, കഴിവ് ആദ്യം വേണം. ഇനി ആദ്യത്തെ പടം ഓടിയില്ല എങ്കിലും കഴിവുള്ളവനാണെങ്കിൽ പിന്നീട് രക്ഷപ്പെടും. നമുക്കറിയാം, മലയാളത്തിൽ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ജോജു ജോർജ്. 100 കണക്കിന് പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു നല്ല ക്യാരക്ടർ റോള് കിട്ടിയത്. ഇന്ന് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് ജോജു. ജോജുക്ക് ഒരു ഉദാഹരണമാണ്. അപ്പം അത് അവരവരുടെ കഴിവാണ് രക്ഷപ്പെട്ടു പോരുക എന്നുള്ളത്. ജോലി സ്ഥലങ്ങളിൽ വച്ചുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സസ്പെൻസ് തന്നെയാണ്. ഒരു സംഭവം ഇതിൽ ഉണ്ടാവുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പോലീസ് അന്വേഷണവുമാണ് സബ്ജക്റ്റ്. അതിൽ പരമാവധി കോമഡി ഉണ്ട്, അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ അടുത്തതായി നമ്മുടെ ചിത്രത്തിൽ നല്ലൊരു വേഷം, ദേവനോടൊപ്പം പോലീസ് ഓഫീസറായി കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പങ്കെടുക്കുന്ന ഒരു ഓഫീസറായി അഭിനയിച്ച റഫീഖ് ചൊക്ലിയെ 2 വാക്ക് സംസാരിക്കാൻ